13-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യത്തെ സംബന്ധിച്ച 2 സാദൃശ്യങ്ങളാണ് നമുക്ക് ഈ വേദഭാഗത്ത് നാം വായിച്ചത്. സ്വർഗരാജ്യം, അതിൻ്റെ 2 സാദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന സാദൃശ്യം, വേറെയും ആ വേദഭാഗത്ത് സാദൃശ്യങ്ങളുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്ന്, അത് വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അപ്പം സ്വർഗരാജ്യം ഒരു നിധിയാണ്. നിധി കിട്ടാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലേ? നമുക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ താല്പര്യമുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിധി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത അഭിലാഷമാണ് അനേകരെ സംബന്ധിച്ചും എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നിധി എന്ന് വചനത്തിലും മനുഷ്യൻ്റെ ആ ആഗ്രഹത്തെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ സ്വർഗരാജ്യത്തെയും അങ്ങനെ നിധിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരാൾക്ക് നിധി കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമാണ് എങ്കിൽ നിത്യതയിൽ സ്വർഗരാജ്യം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നമുക്ക് നിധിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ ഈ സ്വർഗരാജ്യം അങ്ങനെ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചു എന്നാണോ നമ്മൾ വായിക്കുന്നത്? ആണോ? അല്ല, അല്ലേ? എങ്ങനെയാണ് കാണുന്നത്? വയലിൽ ഒളിച്ചു വെച്ച നിധി. അത് ശരി. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു, മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശരി. രണ്ടാമത്, പിന്നെയും 45-ാമത്തെ വാക്യത്തിൽ പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവിടെ ആരോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? മുത്തിനോടാണോ? ആണോ? ആണോ? ഉറക്കെ പറ. കേൾക്കത്തില്ലല്ലോ. എൻ്റെ ചെവിയുടെ പ്രശ്നമാണോ? മുത്തിനോടാണോ? അല്ല, അല്ലേ? വ്യാപാരിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോടാണ് ഇവിടെ സ്വർഗരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ 2 സ്ഥലത്തും ഇത് നമ്മളവിടെ വായിക്കുന്നത് തൻ്റെ സന്തോഷത്താൽ ചെന്ന് എന്നാണ്. അപ്പോൾ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് മനുഷ്യന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, അല്ലേ? അതുകൊണ്ടാണ് ഈ മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിക്ക് മുത്ത് കണ്ടുപിടിച്ചാൽ അത് അദ്ദേഹത്തിന് വ്യാപാരം ചെയ്ത് സമ്പത്തുണ്ടാക്കാം. അതുപോലെ തന്നെ നിധി കിട്ടിയാൽ അതും അവർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഈ ലോകത്തിൽ അത് സാധ്യമാണ്. അപ്പോൾ 2 പേരും ഭയങ്കര ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടിയാണ് ഈ സ്വർഗരാജ്യത്തെ സമീപിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പിന്നെ പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, ഈ 2 പേരും ചെയ്തതായിട്ടുള്ളൊരു കാര്യം,
സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എവിടെയാണോ സ്വർഗരാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ്, അപ്പോൾ ആ വയൽ, നിധിയാകുന്ന സ്വർഗരാജ്യം ഉള്ളതായ ആ വയൽ വിലയ്ക്ക് വാങ്ങി. എന്ത് ചെയ്തിട്ടാണ് വിലയ്ക്ക് വാങ്ങിയേ? തനിക്കുള്ളതൊക്കെയും വിറ്റു. ഒരു വയൽ വാങ്ങാനായിട്ട് നമുക്കുള്ളതൊക്കെ വിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ആ വയൽ വാങ്ങാൻ ആവശ്യമുള്ള തുക ഉണ്ടാക്കിയാൽ മതിയല്ലോ, പോരെ? അങ്ങനെയല്ലേ സാമാന്യ ആളുകൾ ചെയ്യുന്നത്. പക്ഷേ ഈ സ്വർഗരാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, നിധിയാകുന്ന സ്വർഗരാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വയൽ വാങ്ങണമെങ്കിൽ നമുക്കുള്ളതെല്ലാം വിൽക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ, ബാക്കി വെച്ചിരുന്നാൽ, ഈ സ്വർഗരാജ്യം നമുക്ക്, ആ മുത്ത് നമുക്ക് കൈവശമാക്കാനായിട്ട് കഴിയില്ല. ഇച്ചിരി പ്രയാസമാണോ? ഇച്ചിരി പ്രയാസമാണെന്നാണ് സാബു സഹോദരൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ മുത്തന്വേഷിക്കുന്നതായിട്ടുള്ള വ്യാപാരി, അദ്ദേഹവും ചെയ്തത് എന്താ? മുത്ത് കണ്ടെത്തിയപ്പോൾ, വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്തേ? തനിക്കുള്ളതെല്ലാം വിറ്റു, ഒന്നും ബാക്കി വെച്ചില്ല. അവിടെയും മുത്ത് വാങ്ങിക്കാനുള്ളത് പോരെ? പോരാ. സ്വർഗരാജ്യം നമുക്ക് വേണമെങ്കിൽ നമ്മളുടേതായിട്ടൊന്നും പാടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, വചനം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കുന്ന പരിപാടി ഇല്ല. അത് ചേർത്ത് പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്ന ആളുകൾ അതിന് ഉത്തരവാദിയാണ്. വെള്ളം ചേർക്കുന്നത് സാധാരണ കേൾക്കുന്ന ആളുകളാണ്. നിങ്ങളും വെള്ളം ചേർക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെയും ആ വിലയേറിയ മുത്ത് കണ്ടുപിടിച്ചു, തനിക്കുള്ളതൊക്കെയും വിറ്റു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം വിൽക്കാതെ, ത്യജിക്കാതെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമുക്ക് സമ്പാദിക്കാനായിട്ട് കഴിയില്ല. ധാരാളം ഇണവാക്യങ്ങളുണ്ട് അല്ലേ? തന്നെ തന്നെ ത്യജിച്ച്, കർത്താവ് പറഞ്ഞു തന്നെ തന്നെ ത്യജിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മെ തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു, നമ്മളെ തന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു, നമ്മളെ തന്നെ ത്യജിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കുള്ളതൊന്നും ത്യജിക്കാതിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ സ്വർഗരാജ്യം വേണോ? അത് വിലയേറിയതാണ്, അത് വലിയ സന്തോഷം നൽകുന്നതാണ്, അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഒളിച്ചു വെച്ച സാധനങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരല്പം ശ്രമം ആവശ്യമാണ് അല്ലേ? ഇന്ന് ലോകത്ത് പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷം കേട്ടാൽ അതിന് യാതൊരു ശ്രമവും വേണ്ട, നമുക്കുള്ളത് ഒന്നും വിടേണ്ടതുമായിട്ടുള്ള ആവശ്യമില്ല. നമുക്കുള്ള എല്ലാ കാര്യങ്ങളോടും കൂടെ ചേർന്ന് ഒരു അഡീഷണലായിട്ട് നമുക്ക് സ്വർഗരാജ്യവും കൂടെ ഓഫർ ചെയ്യുന്ന ഒരു സുവിശേഷമാണ് ഇന്ന് ലോകത്ത് പ്രസംഗിക്കുന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു സുവിശേഷം ഇല്ല. അനേക സുവിശേഷ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രസംഗങ്ങളും നമ്മൾ കേട്ടാൽ അവിടെയൊക്കെ അവർ പറയുന്നത്, നിങ്ങൾ പാപിയാണെന്ന് സമ്മതിച്ച്, നിങ്ങൾ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ളതൊന്ന് വിശ്വസിച്ച് നിങ്ങൾ രക്ഷിതാവും കർത്താവുമായിട്ട് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ നിങ്ങളുടെ രക്ഷ ഒരു കാലത്ത് നശിച്ചു പോവുകയുമില്ല, നിങ്ങൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊക്കെയാണ് സാധാരണ ഇന്നത്തെ സുവിശേഷം. അങ്ങനെയൊരു സുവിശേഷമൊന്നും ബൈബിളിലില്ല. ബൈബിളിലെ സുവിശേഷത്തിൻ്റെ ചില ഭാഗങ്ങളെ അടർത്തി മാറ്റി ആളുകൾ അവരവരുടേതായിട്ടുള്ളൊരു സുവിശേഷം അല്ലെ, വേറൊരു സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറൊരു സുവിശേഷമാണ്. എന്നാൽ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്ന, അത് സമ്പാദിക്കുന്നതായിട്ടുള്ള, അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതായിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്നത് നമ്മളുടെതെല്ലാം വിട്ടുകളഞ്ഞാൽ മാത്രം നമുക്ക് കിട്ടുന്നതായ കാര്യമാണ്. അപ്പോൾ എന്തെല്ലാം വിട്ടുകളയണം
അല്ലേ? തനിക്കുള്ളതൊക്കെയും വിറ്റു. നമുക്കതിനൊരു ഇണവാക്യത്തിലേക്ക് നമുക്ക് പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. അപ്പോൾ കർത്താവ് അങ്ങനെ വചനമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഗ്രാമം തോറും പട്ടണം തോറും അങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ കർത്താവിൻ്റെ പിന്നാലെ ഒത്തിരി ആളുകളുണ്ട്. എന്താ കർത്താവിൻ്റെ പിന്നാലെ ആളുകൾ കൂടാനുള്ള കാരണം എന്താ? ചിലപ്പോൾ അപ്പം കിട്ടും, ചിലപ്പോൾ സൗഖ്യം കിട്ടും, അല്ലേ? ഈ കാലഘട്ടത്തിലെ പോലെ തന്നെ അന്നത്തെ ആളുകളും കർത്താവിൻ്റെ പിന്നാലെ കൂടി. എന്തിനു വേണ്ടിയാണ് കൂടിയത്? സൗഖ്യത്തിനും അപ്പത്തിനും വേണ്ടി. ശരി, അങ്ങനെ കൂടി ആളുകൾ കൂടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വലിയ ഒരു ആൾക്കൂട്ടം എൻ്റെ പിന്നാലെ വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? അപ്പനെ വേണ്ടാന്ന് വെക്കണം, അമ്മനെ വേണ്ടാന്ന് വെക്കണം, അപ്പനെയും അമ്മയും വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്ന ആളുകളോട് പറഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടമാണ്, അല്ലേ? ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു എന്ന് കേട്ടു, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ആരെയും നോക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ അപ്പനെയും അമ്മയും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൊതുവിൽ ആളുകൾക്ക്, അത്യാവശ്യം കുടുംബജീവിതത്തിലേക്ക് കടന്ന ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുകയില്ല. എന്നാൽ അവിടെ പിന്നെയും പറയുന്നുണ്ട്, ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നമുക്കൊക്കെ ഒത്തിരി ആൾ വന്നു കൂടിയാൽ ഭയങ്കര സന്തോഷമല്ലേ? അല്ലേ? ഇന്ന് ലോകത്തിലെല്ലാവരും സഭയെക്കുറിച്ച് ചോദിക്കുമ്പം നിങ്ങൾ എത്ര ആളുകളുണ്ട്? ഒരു 100 ആളുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഒരു 500 ആളുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അത് ഭയങ്കര വിജയമായിട്ടാണ്. എന്നാൽ കർത്താവിൻ്റെ പിന്നാലെ ആളുകൾ എപ്പോൾ കൂടിയോ അപ്പോഴൊക്കെ കർത്താവ് ശിഷ്യത്വത്തിൻ്റെ വളരെ കണിശമായ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെയും കർത്താവ് അങ്ങനെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് കഠിന വാക്ക്, ആർക്കിത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും? ഇത് കഠിന വാക്ക്. എല്ലാവരും പോയി. അപ്പം ശിഷ്യന്മാർ 12 പേര് മാത്രം ശേഷിച്ചു. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സിൻ്റെ പൊക്കൊള്ളാൻ പറഞ്ഞു. അവർ പറഞ്ഞു, എന്താ പറഞ്ഞേ? നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നിന്നേ? അപ്പം തിന്നാൻ വേണ്ടിയാണോ? കർത്താവ് സൗഖ്യമൊക്കെ ആക്കുന്നുണ്ട്, കർത്താവിനെ ആളുകൾക്കൊക്കെ നല്ല ബഹുമാനമാണ്. അപ്പം കർത്താവിൻ്റെ കൂടെ നിന്നാൽ ആ ഒരു പേരും പ്രശസ്തിയും, അതല്ലെങ്കിൽ അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ട് എങ്കിൽ നല്ലതാണ്. നമുക്കങ്ങനെ ഉപദ്രവവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വിശപ്പുണ്ടാകില്ല, രോഗമുണ്ടാകില്ല. എന്നാൽ കർത്താവിൻ്റെ കൂടെ കൂടാമെന്നാണ് അവർ വിചാരിച്ചേ. അവരെന്താ പറഞ്ഞേ? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ ശിഷ്യന്മാർ 12 പേരും പോകണ്ട എന്ന് തീരുമാനിച്ചതിന് കാരണം അവർക്ക് ഈ ലോകത്തിലെ യാതൊരു വക സൗഭാഗ്യങ്ങളുമായിരുന്നില്ല, മറിച്ച് നിത്യജീവനെ സംബന്ധിക്കുന്നതായ കാര്യമായിരുന്നു. അതുതന്നെയല്ലേ അവർ ഏറ്റവും സന്തോഷിച്ചു. വിലയേറിയ മുത്ത് കണ്ടു, അതെല്ലാം വിറ്റ്, അവർക്കുള്ളതെല്ലാം വിറ്റ് അവർ അത് കൈവശമാക്കി. പ്രിയമുള്ളവരെ, നമുക്കുള്ളതെല്ലാം വിറ്റാൽ മാത്രം കിട്ടുന്നതും നമുക്കുള്ളതെല്ലാം വിറ്റാലും വിട്ടുകളഞ്ഞാലും ലാഭമുള്ളതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ അവന് എന്ത് പ്രയോജനം? എന്ന് വെച്ചാൽ ഒരു പ്രയോജനവുമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഒരു ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? സർവ്വലോകത്തിൻ്റെയും വിലയേക്കാൾ കൂടുതലാണ് ഒരാത്മാവിൻ്റെ വില. സർവ്വലോകവും നേടാൻ ഈ ലോകത്ത് ആരെക്കൊണ്ട് സാധിക്കില്ല. ഒരു അംബാനിയെ കൊണ്ടും ആരെക്കൊണ്ടും ഒരു എലോൺ മസ്കിനെ കൊണ്ടും സാധിക്കില്ല സർവ്വലോകവും നേടാൻ. ഇനി അങ്ങനെ ഒന്ന് നേടിയെന്ന് തന്നെ വിചാരിച്ചോളൂ, എങ്കിലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് യാതൊരു വക പ്രയോജനവുമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉള്ളതെല്ലാം ത്യജിച്ചാലും വേണ്ട എന്ന് വെച്ചാലും അതിനേക്കാൾ ലാഭമായിരിക്കുന്ന ഒരു കാര്യമാണ് നിത്യത, അല്ല എങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ? ഉണ്ടോ? നമുക്കുള്ളതെല്ലാം ഒഴിവാക്കാതെ നമുക്ക് നേടാൻ കഴിയാത്തതും
നമുക്കുള്ളതെല്ലാം ഒഴിവാക്കിയാലും അതിനേക്കാൾ മൂല്യമുള്ളതുമായിട്ടുള്ള കാര്യമാണ് ദൈവരാജ്യം. ഈ വാക്ക് കഠിന വാക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ. കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ? ഈ വിട്ടുകളയാൻ ഏറ്റവും പ്രശ്നമുള്ളത് ആർക്കെന്നറിയാവോ? ധനമുള്ളവർക്ക്. ധനമില്ലാത്തവർക്ക് എന്തെങ്കിലും വിട്ടുകളയാൻ ആവശ്യമുണ്ടോ? ധനമുള്ളവർക്കാണ് അത് ചെലവാക്കുന്നതിനെക്കുറിച്ചോ അത് വിട്ടുകളയുന്നതിനെക്കുറിച്ചുള്ള ഭാരമുള്ളത്. അപ്പോൾ ഈ ധനം വേണം, ദാനം സ്വർഗരാജ്യവും വേണം എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. അപ്പോൾ ധനം ഒഴിവാക്കാനായിട്ട് താല്പര്യമുള്ള, അല്ലെങ്കിൽ ധനം എൻ്റേതല്ല അത് ദൈവത്തിൻ്റെതാണ് എന്ന്, ഞാൻ ദൈവത്തിൻ്റെതായതുപോലെ ധനം എൻ്റേതല്ല ദൈവത്തിൻ്റെതാണ് എന്ന് പരിഗണിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് വിട്ടുകളയുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു യൗവനക്കാരൻ ചോദിച്ചു. സമയത്തിൻ്റെ കുറവുകൊണ്ട് അങ്ങോട്ട് നമുക്ക് വായിക്കാനൊന്നും പോകുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അതുണ്ട്. ഒരുവൻ വന്ന് നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം എന്താ കർത്താവിനോട് പറഞ്ഞത്? എന്താ? കൽപ്പനകളെ പ്രമാണിക്കുക, അല്ലേ? അപ്പൊ കൽപ്പനകൾ ഒക്കെ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. എല്ലാ കൽപ്പനകളും പറഞ്ഞിട്ടില്ല, അവിടെ ചുരുക്കം ചില കൽപ്പനകൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞേ? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, അല്ലേ? വിട്ടുപോയ കൽപ്പനകൾ ഏതൊക്കെയാ? കർത്താവ് പറയാത്ത കൽപ്പനകൾ ഏതൊക്കെയാ? ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരു കൽപ്പനയും പറഞ്ഞില്ല, അല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, അതൊന്നും പറഞ്ഞില്ല. മോഹത്തിനെ കുറിച്ചും പറഞ്ഞില്ല, അവസാനത്തെ കൽപ്പനയും പറഞ്ഞില്ല. ബാക്കിയുള്ള ഇടയ്ക്കുള്ള കൽപ്പനകൾ മാത്രം പറഞ്ഞു. അപ്പം യൗവനക്കാരന് ഭയങ്കര ഒരു ധൈര്യം. എന്താ? ഞാനിതെല്ലാം പാലിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തുറപ്പാണ്? ദൈവരാജ്യം ഉറപ്പാണ്. അതല്ലേ ആ യൗവനക്കാരൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇതെല്ലാം ഞാൻ പാലിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പം നീ പോയി നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. സാധാരണ രീതിയിൽ നമ്മളാണ് എന്ത് പറയും? നീ വിറ്റ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലേ? നമുക്ക് ഇനിയും കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ടുണ്ടെന്ന് പറയും. കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. നീ എല്ലാം വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞില്ല. ഒരു പക്ഷേ കർത്താവ് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അവനത് ചെയ്യുമായിരുന്നു. കാരണം അതൊക്കെ വിറ്റിട്ട് ഇങ്ങോട്ട് വന്നാലും ഇവിടെ ഒന്നാമത്തെ സ്ഥാനം കിട്ടും, പിന്നെ ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ടൊക്കെ വളർത്താമെന്നുള്ള ചിന്തയോടുകൂടി, ഒരു പക്ഷേ, ഇതെൻ്റെ ഒരു ഊഹം മാത്രമാണ്, വചനത്തിൽ അങ്ങനെയില്ല, കർത്താവ് പറഞ്ഞത് നീ ദരിദ്രർക്ക് കൊടുത്തേച്ച് നീ മാത്രം എന്നെ വന്ന് പിൻഗമിക്കുക, നിന്നെ മാത്രം എനിക്ക് മതി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നെ മാത്രം എനിക്ക് മതി. പക്ഷെ അതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മളെ തന്നെ ത്യജിക്കാതെ നമുക്ക് നമ്മളെ തന്നെ കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഒരിക്കലും കഴിയില്ല. കർത്താവ് ചോദിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് കർത്താവിന് കൊടുക്കാനോ അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുക്കാനോ ദൈവമക്കൾക്ക് കൊടുക്കാൻ, അതൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. നമുക്കുള്ളതിനനുസരിച്ചൊക്കെ കൊടുക്കുന്നതിലൊന്നും വലിയ പ്രയാസമുള്ളൊരു കാര്യമില്ല. പക്ഷെ നമ്മെ തന്നെ കൊടുക്കണമെങ്കിൽ എനിക്കുള്ളതെല്ലാം വിറ്റിട്ട്, അല്ലേ? അവിടെയാണ് എനിക്കുള്ളതെല്ലാം വിറ്റിട്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്നെ തന്നെ പൂർണ്ണമായും അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ, ദശാംശമോ ഓഹരിയോ അങ്ങനെ എന്ത് കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കാനായിട്ട് ധാരാളം ആളുകളുണ്ട്. നിന്നെ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നങ്ങൾ ഉളവാകുന്നത്. പക്ഷേ നമ്മെ തന്നെ കൊടുക്കുവാൻ നമുക്ക് തയ്യാറില്ല എങ്കിൽ ഈ നിധി, ആ മുത്ത്, ആ വിലയേറിയ മുത്ത് നമുക്ക് സമ്പാദിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമുക്കുള്ളത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. ദൈവത്തിന് അതൊന്നും വേണ്ട കേട്ടോ. ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തിന്, അല്ലേ,
ടാക്സി കൊടുക്കാൻ പൈസ ഇല്ലാത്തപ്പം കർത്താവ് എന്താ പറഞ്ഞേ? നീ ആരോടെങ്കിലും കടം മേടിക്കാൻ പറഞ്ഞോ? നീ പോയി ഒന്ന് പണിയെടുത്ത് കുറച്ച്, ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ 2 ദിവസം പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാം, എന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞോ? ഇല്ല, നീ പോയി ഒരു ചൂണ്ടിയിട്ട് മീൻ പിടിച്ചുകൊണ്ട് അതിൻ്റെ വാ തുറന്ന് കഴിയുമ്പോൾ അതിനകത്ത് കാണുമെന്ന് പറയുന്നു. ഇങ്ങനെ ഉള്ള കർത്താവിന് നമ്മളുടെ പണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകളിലോ ഒന്നുമല്ല പ്രിയം. അതൊക്കെ നാം കർത്താവിന് നമ്മെ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്നുവെങ്കിൽ മാത്രമേ കർത്താവിനത് പ്രിയമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം കർത്താവിനെ ബ്രൈബ് ചെയ്യുക, കൈക്കൂലി കൊടുത്ത് നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ അത് വരികയുള്ളൂ. ശരി, ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച്, അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ച് അവൻ പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം. ശരി, അപ്പം എല്ലാം വിട്ടാൽ മാത്രം നേടാൻ കഴിയുന്നതും, അല്ലേ, എല്ലാം വിട്ടാൽ മാത്രം നേടാൻ കഴിയുന്നതും, എല്ലാം വിട്ടാലും വിറ്റാലും അതിനേക്കാൾ ഏറെ മൂല്യമുള്ളതുമായിട്ടുള്ള കാര്യമാണ് നിത്യത, നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു വലിയ ചോദ്യവുമാണ്. അപ്പോൾ നമുക്ക് എല്ലാം വിറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ, എല്ലാം ഉപേക്ഷിച്ച് സ്വർഗരാജ്യം കൈവശമാക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 7-ാം അധ്യായത്തിന് 29 മുതൽ വായിച്ചാൽ, എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. അപ്പോൾ എല്ലാം വിട്ടുകളയണം, ഭാര്യയെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആരും ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാനായിട്ട് ഭാര്യമാരോ ഭർത്താക്കന്മാരോ പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ലോകത്തിൽ നമുക്കുള്ളതൊന്നും നമുക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിൻ്റെ രൂപമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ആശ്രയിക്കാതെ, അതിൽ സന്തോഷിക്കാതെ, നിത്യതയിലേക്ക് നോക്കി ആ യാത്ര തുടരണം, അതിൽ സന്തോഷിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. നിലനിൽക്കുന്ന സമ്പത്ത് നമുക്ക് ഈ ലോകത്തിലില്ലല്ലോ, അല്ലേ? നിലനിൽക്കുന്ന ഒന്നും നമുക്ക് ഈ ലോകത്തില്ല. നമുക്ക് നിലനിൽക്കുന്ന ഭാര്യമാരുണ്ടോ, ഭർത്താക്കന്മാരുണ്ടോ, മക്കളുണ്ടോ, മാതാപിതാക്കന്മാരുണ്ടോ? നിലനിൽക്കുന്ന സമ്പത്ത് ഈ ലോകത്തിലുണ്ടോ? ഈ ലോകത്തൊന്നുമില്ല. നീ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം കത്തി അഴിഞ്ഞ് നശിച്ചു പോകുവാനായിട്ടുള്ളതാണ്. അതിനുശേഷം കർത്താവ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളോടുമുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് അത് നമ്മെ ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിട്ടല്ല. അതിനെയൊക്കെ കേവലം നമുക്ക് ദൈവിക പരിപാടിക്കായിട്ട് ഉപയോഗിക്കാൻ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പരിജ്ഞാനം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ദൈവനാമത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു ആത്മീകമായിട്ടുള്ള മൂല്യമുള്ളൂ. അല്ല, നാം അതിനോട് അറ്റാച്ച്ഡായിട്ട് അതിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് കഴിയുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ഒന്നുകിൽ മാമോനോട് അല്ലെങ്കിൽ ദൈവത്തിനോട്. ഈ മാമോൻ എന്ന് പറയുന്നത് പണത്തെ സംബന്ധിച്ച് മാത്രമല്ല, നമുക്ക് ആലങ്കാരികമായിട്ട് നമുക്ക് മറ്റു പലതിനെയും ആലങ്കാരികമായിട്ട് പറയുവാനായിട്ട് കഴിയും, അല്ലേ? പലർക്കും അവർക്ക് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സം എന്താണെന്നറിയാമോ? അവർക്ക് ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലെ സൽപ്പേര്, അല്ലേ? അവർക്കുണ്ട് എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള കുടുംബ മഹിമയോ കുടുംബ പേരോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന അവരുടെ സ്ഥാപനങ്ങളിലുള്ളതായിട്ടുള്ള അവരുടെ പ്രതാപമോ പദവിയോ, അങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ആണ് അനേകം ആളുകൾക്കും കർത്താവിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ലോകത്തോടും മുട്ടണം കർത്താവിനോടും മുട്ടണം എന്നുള്ളതായിട്ടുള്ള രണ്ടൊട്ടൽ ഒരിക്കലും നടക്കുകയില്ല. നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായും ത്യജിച്ചാൽ മാത്രം, അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുമ്പം എങ്ങനെയാ പറയണേ? പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശതമാനക്കണക്കിന് പറഞ്ഞാൽ എന്താ? 100%, അല്ലേ?
അത് 99.99% പൂർണ്ണമാകുമോ? ഇല്ല. പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിൻ്റെ പിന്നാലെയുള്ള ഒരു യാത്ര, അത് മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്ത് നാം കാണുന്നതായിട്ടുള്ള ക്രിസ്തീയതകളൊന്നും ബഹുഭൂരിപക്ഷവും, ഒരുപക്ഷെ അവിടെയും ഇവിടെയും ഭക്തന്മാരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവാം എന്നല്ലാതെ ഇന്ന് ക്രിസ്തീയ സഭകളൊന്നും പോകുന്ന പോക്ക് കർത്താവിൻ്റെ വഴിയല്ല. നമ്മളും വഴിതെറ്റി ആണ് പോകുന്നതെങ്കിൽ എത്തിച്ചേരേണ്ടിടത്ത് നമ്മൾ എത്തിച്ചേരുമോ? കർത്താവ് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എന്താണ്? നിത്യത, സ്വർഗരാജ്യം. അവിടേക്കൊരു വഴിയും ഒരു വാതിലും ഒരു വഴിയും കർത്താവ് തന്നെ നമുക്ക് വെച്ചിട്ടുണ്ട്. ആ വാതിലിൻ്റെ പ്രത്യേകത എന്താ? അത് ഇടുക്കമുള്ളതാണ്. ഇടുക്കമുള്ളതെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? സാധാരണ വലിയ വാതിലുണ്ട്, പിന്നെ അതിനേക്കാൾ അത്രയും വലിപ്പമില്ലാത്തൊരു വാതിൽ. പക്ഷെ ഇടുക്കം എന്ന് പറയുന്നത്, ഇടുക്കം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതൊരു ഒരടി മാത്രം വീതിയുള്ളൊരു വഴിയാണെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരടി മാത്രമേ ആ വാതിലിന് വീതിയുള്ളൂ. കിടക്കാൻ പറ്റുമോ? ഇല്ല. എത്ര വീതിയുണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തു ചെയ്യും? നമ്മളെ തന്നെ ത്യജിച്ചാൽ നമ്മളില്ലല്ലോ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഉള്ളെങ്കിലും നമുക്കതിലെ കിടക്കാം. അതാണ് അതിൻ്റെ ആത്മീയാർത്ഥം. നമ്മളെ തന്നെ ത്യജിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാതിലിന് വീതിയേ വേണ്ട. ഏത് വാതിലിലൂടെയും കിടക്കാം. പിന്നെ വഴിയുണ്ട്. വഴി എങ്ങനെയാ? ഞെരുക്കമുള്ള വഴി. പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തൊക്കെ പോകുന്നുണ്ട്, നമ്മൾ നല്ല റോഡാണ് നോക്കുക, അല്ലേ? ഒരു ഗട്ടറുള്ള റോഡിൽ കൂടെ ഒന്ന് പോയേക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? വീതി കുറഞ്ഞ, ബുദ്ധിമുട്ടുള്ള, ട്രാഫിക്കുള്ള, ഗട്ടറുള്ള, പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ കൂടെ പോകാനായിട്ട് ഏതെങ്കിലും ഡ്രൈവർമാർ ചിന്തിക്കൂ? ഇല്ല. ഏറ്റവും നല്ല റോഡ്, ഇനി ഒരു അല്പം ദൂരം കൂടിയാൽ പോലും നല്ല റോഡാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷെ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമ്മൾ വിശാലമായ നല്ല വഴിയിലേക്ക് തിരിയുമ്പം ലക്ഷ്യം തെറ്റി. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എങ്ങനെയാ? അത് ഞെരുക്കവും ഇടുക്കവുമുള്ളൊരു വഴിയാണ്. അപ്പോൾ എനിക്ക് വിശാലമായിട്ടുള്ള വഴിയിലൂടെ നിത്യതയിലേക്ക് പോകണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു കാരണവശാലും അത് നടക്കുകയില്ല. വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നാശത്തിൻ്റെ ഒരു പടുകുഴിയിലേക്കാണ് നാം ചെന്ന് ചേരുക. അപ്പോൾ അങ്ങനെ എല്ലാം ത്യജിക്കാതെ, നമ്മെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാതെ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, നമുക്കങ്ങ് എത്താം എന്നുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ കാഴ്ചപ്പാട് നമ്മെയും കഴിഞ്ഞ കാലങ്ങളിൽ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, ഇല്ലേ? ആ സ്വാധീനം നമ്മളിലില്ലേ? ഉണ്ട്. ആ സ്വാധീനം നമ്മൾ ധാരാളമായിട്ടുണ്ട്. അപ്പം നമ്മളും എന്താ, ഈ വിശാലമായിട്ടുള്ള നല്ല വഴിയാണോ, ആ വഴിയാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പോകുന്നത്? എങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. കർത്താവിൻ്റെ അടുക്കൽ പിന്നെയും ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് കേട്ടോ, യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശമൊക്കെ കേട്ടു വന്നപ്പം അദ്ദേഹത്തിന് ഒരു സംശയം. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തൊക്കെയാണ് ഈ കർത്താവ് പറയുന്നേ? അപ്പനെ ഉപേക്ഷിക്കണം, അമ്മേനെ ഉപേക്ഷിക്കണം, ഭാര്യയെ ഉപേക്ഷിക്കണം, ഭർത്താവിനെ ഉപേക്ഷിക്കണം, മക്കളെ ഉപേക്ഷിക്കണം, തനിക്കുള്ളതൊക്കെയും ഉപേക്ഷിക്കണം, തന്നെയും ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ മാത്രം മതിയോ? പോരാ, ഒരു കുരിശെടുക്കുകയും വേണം, അല്ലേ? അപ്പോൾ ഉപേക്ഷിച്ചാലും പോരാ, കുരിശെടുക്കുകയും വേണം. അപ്പോൾ ഈ മനുഷ്യൻ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ? ആ ചോദ്യത്തിൻ്റെ ഒരു ഭാവം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാവനയിൽ ഒന്ന് കാണാം. കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ
ചുരുക്കമാണോ, അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും, വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും പറയുന്നത്. കാരണം അദ്ദേഹത്തിന് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള താല്പര്യമുണ്ട്, പക്ഷേ ഈ വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഒരു നിരാശയോടുകൂടി, ഒരു വിഷമത്തോടു കൂടിയാണ് കർത്താവിനോട് ചോദിക്കുന്നത്. എഴുതുമ്പോൾ ആ വിഷമങ്ങളൊന്നും പ്രദർശിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പ്ലെയിനായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? അപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്താ? ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവിൻ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കിടന്നാൽ മതി എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നു ആ ഇടുക്കുവാതിലൂടെ കിടക്കണമെങ്കിൽ തന്നെ ഒരു വലിയ പോരാട്ടം ആവശ്യമുണ്ട്. എവിടെയാണ് ഈ പോരാട്ടം? എവിടെയാണ് ഈ പോരാട്ടം? ഈ ഇടുക്കുവാതിലൂടെ പോകുമ്പം നമുക്കുള്ളതൊക്കെയും വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു വലിയ ചാക്കുകെട്ടുമായിട്ട് നമുക്ക് ഈ ഡോറിൽ കൂടെ പോകണമെങ്കിൽ വലിയ പ്രയാസം, അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഈ ചാക്കുകെട്ട് വിട്ടേച്ച് പോകാൻ മനസ്സില്ല, നമ്മളുടെ ഒന്നും ഉപേക്ഷിച്ച് ഈ വഴിയെ പോകാനായിട്ട് നമുക്ക് മനസ്സില്ല, എന്നാൽ പോകുകയും വേണം. അപ്പോൾ പോരാടി 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 നമ്മൾ ക്ഷീണിച്ചു, നമുക്കിതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അത് ഇട്ടേച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. അത്രയേ ഉള്ളൂ. ഒരു പോരാട്ടം ആവശ്യമാണ്. ആ പോരാട്ടം നമ്മളിൽ തന്നെയുള്ള, നമ്മുടേതായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന, നാം പിടിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിടുക എന്ന് പറയുന്നിടത്താണ് ആ പോരാട്ടമുള്ളത്. പക്ഷെ ആ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ആ വാതിലിലൂടെ നമുക്ക് അകത്ത് കിടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ശരി, അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇടുക്കുവാതിലൂടെ കിടക്കാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അയ്യോ, അവിടെയാണ് പ്രശ്നം. പലരും നോക്കും. എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? തനിക്കുള്ളതൊക്കെയും വിറ്റ് അതിലെ പോകാനായിട്ട് കഴിയില്ല. ഒത്തിരി കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചല്ലേ, എനിക്ക് സമൂഹത്തിൽ സ്ഥാനം വേണം, എനിക്ക് നിന്നയൊന്നും, ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുവാനായിട്ടാണ് നമുക്കുള്ളതായിട്ടുള്ള നിർദ്ദേശം. എനിക്ക് നിന്ന പറ്റുകയില്ല, എനിക്ക് എല്ലാവരാലും വേണ്ടുന്നതായിട്ടുള്ള പ്രശംസ എനിക്ക് വേണം, എൻ്റെ മാതാപിതാക്കന്മാർക്കോ ബന്ധുക്കൾക്കോ അയൽവാസികൾക്കോ ഒന്നും ഒരു ഫീലിംഗ് ഉണ്ടാവരുത്, അവരൊന്നും എന്നെ മോശക്കാരനായിട്ട് ചിന്തിക്കരുത്, പിന്നെ എനിക്കുള്ള സമ്പത്ത്, എനിക്ക് ഈ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ വേണം. ഇതെല്ലാം വെച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ ആ കഥയിലൂടെ കിടക്കാൻ നോക്കും. അപ്പം പലരും ശ്രമിക്കും, നടക്കുകയില്ല. രക്ഷയെക്കുറിച്ച് നമ്മളെങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? നമ്മൾ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന സുവിശേഷം യഥാർത്ഥത്തിൽ ബൈബിളിലെ സുവിശേഷമല്ല കേട്ടോ. അങ്ങ് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് അല്ലല്ല. അതിന് മുമ്പ് വരേണ്ടതായിട്ടുള്ള പാപബോധമുണ്ട്, മാനസാന്തരമുണ്ട്, നമ്മെ തന്നെ ത്യജിക്കലുണ്ട്, നമ്മളെല്ലാം വിട്ടുകളയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. മാനസാന്തരപ്പെട്ട് ഒരു പുതിയ വഴിയെ, ആ വിശാലമായിട്ടുള്ള വഴിയിൽ നിന്നും ഞെരുക്കവും ഇടുക്കവും ഉള്ളതായിട്ടുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ കിടക്കണം. തിരിയാതെ നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിശാലമായിട്ടുള്ള വഴിയെ പോവുകയാണെങ്കിൽ നമ്മളൊരു മാനസാന്തരം നടന്നിട്ടില്ല, ഇപ്പോൾ നടക്കുന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശരി, പലരും ശ്രമിക്കുന്ന നടക്കില്ല. കർത്താവിനോട് കൂടിയുള്ള ജീവിതം, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതം, ദൈവരാജ്യത്തിലേക്കുള്ള ആ പ്രയാണം, ഇത് നമുക്കുള്ളതൊക്കെ വിറ്റിട്ട് അത് നമ്മൾ സ്വന്തമാക്കാൻ നോക്കുന്നിടത്ത് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കർത്താവ് വീണ്ടും ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ കടച്ചതിന് ശേഷം നിങ്ങൾ പുറത്തു നിന്ന്, അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളുകളും പുരുഷാരും ഒക്കെ ഉണ്ട്. നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടിത്തിറങ്ങുമ്പോൾ, ഇപ്പം ഇവരാരോടെ പറയുന്നത്? കർത്താവ് ആരോടെ പറയുന്നത്? തൻ്റെ പിന്നാലെ വചനമൊക്കെ കേട്ട് വളരെ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ പിന്നാലെ വരുന്ന ആളുകളോട് പറയുക, വീട്ടുടയവൻ അകത്ത് കയറി കഥ കടച്ചു, അപ്പം നിങ്ങൾ വന്നു നിന്നിട്ട് മുട്ടും, അല്ലേ? തുറന്നു തരുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ അങ്ങനെ എൻ്റെ വഴിയെ വന്ന ഒരാളുകളായിട്ട്
ഞാൻ കാണുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ചെന്നിട്ട് മുട്ടുന്നുണ്ട്, അല്ലേ? ഒരാഗ്രഹമുണ്ട് ഈ കർത്താവിൻ്റെ ഈ സന്നിധിയിലേക്ക് എത്തിപ്പെടാനായിട്ട്. പക്ഷെ കർത്താവ് പറയും, നിങ്ങൾ എനിക്കറിയില്ല. കാരണം എന്താ? കർത്താവിനോട് ചേരണമെങ്കിൽ ബാക്കിയുള്ള പലതിനെയും വിടണമായിരുന്നു. ഇവർ മറ്റുള്ള പലതിനെയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്നു എന്നുള്ള നിലയിൽ ജീവിച്ച ജീവിതങ്ങളാണ്, അതല്ലേ? മത്തായി എഴുതിയ സുവിശേഷത്തിലും ഞങ്ങൾ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു, പ്രവചനങ്ങൾ നടത്തി, ഭൂതങ്ങളെ പുറത്താക്കി, എന്നിട്ട് ഞങ്ങൾക്ക് സ്വർഗരാജ്യം ഇല്ലെന്ന് അവർ ചോദിക്കുന്നത്. ഇല്ല, ഇതൊക്കെ ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ തിയോളജി എന്താണെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എങ്കിലും ഒരു കാര്യം പറയാം, ഒന്നുകിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം, പിന്നീട് അവരുടെ വഴി തെറ്റി അവർ വിശാലമായിട്ടുള്ള വഴിയിലേക്ക് കടന്നു പോയവരായിരിക്കാം. എന്തുവായിക്കൊള്ളട്ടെ, എന്തായാലും കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇവിടെയും കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അങ്ങനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്കൊക്കെ നമ്മൾക്ക് ഒരു രീതിയാണ്, നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുകയില്ല. നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും. അവരും ചോദിച്ചു, എന്താണ്? അന്നേരം നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവർ പറയുക, നമ്മൾ ഒരുമിച്ചല്ലേ കർത്താവെ അന്ന് ഇന്ന പരീശന്മാരുടെ വീട്ടിലേക്ക് പോയി അത്താഴം കഴിച്ചത്, എന്നിട്ട് നീ ഞങ്ങളെ അറിഞ്ഞിട്ടില്ലായിരുന്നോ? നമ്മൾ ഒരുമിച്ച് എത്ര യാത്ര ചെയ്തു, നിന്റെ പിന്നാലെ ഞങ്ങൾ 2-3 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ നിന്റെ പിന്നാലെ ഞങ്ങൾ വന്ന് വചനമൊക്കെ കേട്ടു, എന്നിട്ട് ഞങ്ങളെ അറിയുന്നില്ലായിരുന്നോ? പ്രിയമുള്ളവരെ, വചന കേൾവിക്ക് അത്രേ വിലയുള്ളൂ. അത് നമ്മുടെ വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തിലേക്ക് നമ്മൾ വരുന്നില്ല എങ്കിൽ, നാം കർത്താവിനോട് ചേർന്ന് പോകാനായിട്ടുള്ള ഒരവസ്ഥ നമ്മളിലത് ഉണ്ടാക്കുന്നില്ല എങ്കിൽ, നമ്മളുടെ വചന കേൾവിക്ക് യാതൊരു വക വിലയുമില്ല. ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. 7 ദിവസവും നമ്മൾ വചനം കേട്ടാലും യാതൊരു പ്രയോജനവുമില്ല. ഇവിടെയും അവർ പറയുന്നത്, ഞങ്ങൾ നിന്റെ കൂടെ തിന്നു കുടിച്ചു, അല്ലേ? ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, നമ്മൾ ഒരുമിച്ച് വിശ്രമിച്ചു, ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്തു, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, നിന്റെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. കർത്താവ് എന്ത് പറയുന്നേ? അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറയും. പ്രിയമുള്ളവരെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? നമുക്കുള്ളതെല്ലാം വിട്ടിട്ട് ആ സ്വർഗരാജ്യമാകുന്ന ആ നിധി കൈവശമാക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങൾ പോയി സ്ഥലം വിൽക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞേ. ഉള്ളവർ ഇല്ലാത്തവരെ പോലെ, സ്വന്തമല്ല എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? ഇതൊക്കെ നശിച്ചു പോകാനായിട്ടുള്ളതാണ്. ദൈവം എന്നെ ഒരു കസ്റ്റോഡിയൻ, ഒരു കാര്യവിചാരകൻ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതുള്ളൂ. അതിൻ്റെ കാര്യവിചാരകത്വം ഞാൻ ചെയ്യുക എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ലോകത്തിൽ ഒന്നും സ്വന്തമായിട്ടില്ല. എൻ്റെ ബന്ധങ്ങളും എൻ്റെ സ്വന്തക്കാരും ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, അല്ലേ? എത്രയോ തലമുറകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആരെയെങ്കിലും സ്വന്തക്കാരായിട്ട് സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ചിന്തയിലാണ് പലരും ഈ ദൈവവചനത്തോടുള്ള അനുസരണത്തിൽ നിന്നും പിന്നോക്കം പോകുന്നത്, അല്ലേ? ആരെങ്കിലും അവരുടെ സ്വന്തക്കാരെയോ ബന്ധക്കാരെയോ ആയുഷ്കാലം നിത്യതയോളം സൂക്ഷിക്കാൻ കഴിയുമോ? നമ്മൾ പോലും അങ്ങനെയല്ല. ആ നിധി, ആ മുത്ത്, വിലയേറിയത്, സന്തോഷകരമായത്, അത് നേടണമെങ്കിൽ നമ്മെ തന്നെ ത്യജിക്കണം, കർത്താവിനോട് ചേരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.